അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, 2007 ഫെബ്രുവരിയിൽ വിചിന്തനത്തിൽ അബ്ദുൽ ഖാദർ കരുവമ്പയിൽ എഴുതിയ ലേഖനം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുമോ, വിചിന്തനത്തിൽ അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ എന്തെങ്കിലും മറുപടി പറയണമല്ലോ എന്ന് കരുതി അത് എഴുതിയ അബ്ദുൽ ഖാദർ കരുവമ്പയിൽ തന്നെ അത് പുനഃപ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ വിചിന്തനം അത് പുനഃപ്രസിദ്ധീകരിക്കുമോ, അതോ അത് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുമോ, അത് ചവറ്റുകട്ടയിലേക്ക് വലിച്ചെറിയുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ആ വെല്ലുവിളിയെ കൗണ്ടർ ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വളരെ നിരർത്ഥകമായ ഒരു വെല്ലുവിളിയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തി എന്നത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം പനി പിടിച്ച് അത്തും പിത്തും പറയാണോ, അതല്ല പ്രായാധിക്യം കൊണ്ട് പിച്ചും പേയും പറയാണോ എന്നൊന്നും വ്യക്തമല്ല. ഏതായിരുന്നാലും ശരി, ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഒന്ന് കേൾക്കാം, ശേഷം അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ആ വിചിന്തനം ലേഖനത്തിൽ എവിടെയെങ്കിലും ജിന്നുകളെയോ മലക്കുകളെയോ അവർക്ക് ഖുർആനിലും ഹദീസിലും പറഞ്ഞതായ കഴിവുകളെയോ പ്രവർത്തനങ്ങളെയോ പറ്റി അത് മനുഷ്യന് മനസ്സിലാക്കാൻ ഭൗതികമായി കഴിയും എന്ന നിലയിൽ അതിന് വഹയിൻ്റെയോ പ്രവാചക ഖുർആനിൻ്റെയോ സഹീഹ് ഹദീസിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഭൗതികമായി അറിയാൻ കഴിയുന്ന കാര്യമാണ് എന്ന നിലയിൽ, അഥവാ മനുഷ്യനെ സംബന്ധിച്ച് അവർ ഭൗതികമാണ്, ദൃശ്യമാണ് എന്ന നിലയിൽ ആ ലേഖനത്തിൽ എവിടെയെങ്കിലും ഒരു സൂചന പോലും എഴുതിയത് നിനക്ക് വായിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ച് തെളിയിക്കാൻ നീ തയ്യാറാണോ എന്നെ വെല്ലുവിളിക്കുന്നതാ. അതിനൊറ്റവാചകത്തിലുള്ള മറുപടി തയ്യാറല്ല എന്നാണ്. എന്തുകൊണ്ട് തയ്യാറല്ല? 2007 ഫെബ്രുവരിയിലെ വിചിന്തനത്തിൽ അബ്ദുൽ ഖാദർ കരുവമ്പയിൽ എഴുതിയ പ്രസ്തുത ലേഖനത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകാധ്യാപനങ്ങളിലൂടെ നാം അറിഞ്ഞ, മനസ്സിലാക്കിയ, നാം വിശ്വസിക്കുന്ന ജിന്ന്, മലക്ക്, അവരുടെ പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആവശ്യമില്ലാതെ കേവലം മനുഷ്യൻ്റെ ഭൗതികമായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അത്തരം സൃഷ്ടികളാണ് എന്ന് അബ്ദുൽ ഖാദർ കരുവമ്പൊയിലിൻ്റെ ലേഖനത്തിലുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫൈസൽ മൗലവിയും പറഞ്ഞിട്ടില്ല, ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ലേഖനത്തിലോട്ട് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളി നിരർത്ഥകമാണ്, അടിസ്ഥാനരഹിതമാണ്. അത് കേവലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും അണികളെ പിടിച്ചു നിർത്താനുമുള്ള ഒരു തന്ത്രം മാത്രമാണ്. അല്ലെങ്കിൽ ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, ഫൈസൽ മൗലവി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ട് അത് ഏറ്റുപറയുകയാണ് ഈ അബ്ദുൽ ഖാദർ കരുവമ്പൊയിൽ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ ചോദ്യത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. ഖുർആന് കൊണ്ട്, ഹദീസ് കൊണ്ട് അറിഞ്ഞ, മനസ്സിലാക്കിയ, നാം വിശ്വസിക്കുന്ന ജിന്ന്, മലക്ക്, അവരുടെ പ്രവർത്തനങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആവശ്യമില്ലാതെ കേവലം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് എന്ന് എങ്ങനെയാണ് അബ്ദുൽ ഖാദർ സാഹിബ്, ആരാണ് അങ്ങനെ വാദിക്കുക? അങ്ങനെ ആരും ഇവിടെ വാദിച്ചിട്ടില്ലല്ലോ, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഈ വെല്ലുവിളി? അതുകൊണ്ട് ആ വെല്ലുവിളി നിരർത്ഥകമാണ്, അടിസ്ഥാനരഹിതമാണ്. അതൊക്കെ ചില തെറ്റിദ്ധരിപ്പിക്കലുകളും കബളിപ്പിക്കലുമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ വാദവും നിങ്ങളുടെ നിലപാടുകളും അത് കേരള നദവത്തുൽ മുജാഹിദീൻ നാളിതുവരെ പുലർത്തി പോകുന്ന ആശയത്തിൽ നിന്ന് ആർക്കാണ് വ്യതിചലനം സംഭവിച്ചത് എന്ന് നിങ്ങളുടെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് അതൊന്ന് കേൾക്കാം. അതിൽ അബ്ദുൽ ഹമീദ് ഫൈസി ജിന്നുകൾക്കും മലക്കുകൾക്കും ഖുർആനിലും സഹീഹ് ഹദീസിലും പറഞ്ഞ കഴിവുകളും പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മുജാഹിദുകൾ നാളിതുവരെ ഇബാദത്തിന് വിശദീകരണത്തിൽ പറയുന്ന അദൃശ്യതയിലും അഭൗതികതയിലുമാണ് അത് ഉൾപ്പെടുക. ആ നിലക്ക് ആ വിശ്വാസം ഷിർക്കിലാണ് വരുക എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത്. സത്യത്തിൽ അമ്പലക്കടവിൻ്റെ സമസ്തയുടെ സുന്നികളുടെ ഒക്കെ വിശ്വാസം
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അദൃശ്യമായ അഭൗതികമായ കഴിവ് സൃഷ്ടാവിന് മാത്രമല്ലെന്നും സൃഷ്ടികളായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ജിന്നുകൾക്കും മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ഒക്കെയുണ്ട് എന്നത് അവർ വിശ്വസിക്കുന്നു. മുജാഹിദുകൾ പറയുന്നു, ആ വിശ്വാസം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. കാരണം ആ കഴിവ് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അഥവാ സാക്ഷാൽ ഗൈബിയായ വഴിയിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി പ്രാപഞ്ചിക വ്യവസ്ഥകൾക്കതീതമായി ഉപകാരോപദ്രവം ചെയ്യാൻ സാക്ഷാൽ ഗൈബിയായ വഴിയിലൂടെ അദൃശ്യമായ വഴിയിലൂടെ അഭൗതികമായ വഴിയിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഇതാണ് മുജാഹിദുകളുടെ എന്നത്തെയും വിശ്വാസം. അതിലൊരു കടുകിണ മാറ്റുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് 2012 ഒരു മാറ്റം വന്നു. അവിടെയാണ് പ്രശ്നം. അന്ന് അന്തം കെട്ട അമ്പലക്കടവ് ഒരു ചോദ്യം ചോദിച്ചു, അല്ല മുജാഹിദുകളെ, നിങ്ങൾ ഈ പറയുന്ന അദൃശ്യമായ അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറയുന്നുണ്ടല്ലോ, എങ്കിൽ ഇന്ന കഴിവുകളൊക്കെ ജിന്നുകൾക്കും മലക്കുകൾക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ആ വിശ്വാസത്തിലൂടെ നിങ്ങളും ഷിർക്കിലേക്ക് പോയില്ലേ എന്ന അന്തം കെട്ട ചോദ്യം ചോദിച്ചപ്പോൾ അന്തസ്സോടെ മറുപടി പറഞ്ഞ ആളുകളിൽ ഒരാളായിരുന്നു നമ്മുടെ കരുവമ്പയിൽ. അന്ന് കൃത്യമായി മറുപടി പറഞ്ഞു. എന്താണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ പറയുന്ന അദൃശ്യം അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ത്? ആ നിലക്കുള്ള അദൃശ്യം അഭൗതികം അത് അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ 2012 മാറ്റം എന്താണ്? കേവലം മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്താവുക എന്ന അർത്ഥത്തിലുള്ള അഭൗതികം എടുത്തുകൊണ്ടുവന്നിട്ട് ഇവിടെ അള്ളാഹുൽ പങ്കു ചേർക്കലല്ലാത്തൊരു കാര്യം അള്ളാഹുൽ പങ്കു ചേർക്കലാണ് എന്ന് സമർത്ഥിക്കുകയാണ് 2012 KNM വിഘടനവാദക്കാർ ചെയ്തത്. കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകർക്കെതിരിൽ ശിർക്ക് ആരോപിക്കാൻ മടവൂരികളും കുബൂരികളും എടുത്തുന്നയിച്ച അതേ ന്യായം കൊണ്ടുവന്നിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെ ശിർക്കാരോപിച്ച് അംറുബ്നുൽ ഉഅയ്യിനെ കൊണ്ട് ഓപിക്കുന്ന സ്ഥിതിവിശേഷം വരെ എത്തിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് ഇപ്പോ ആ ആദർശ മാറ്റത്തിന് ശേഷം ഇന്ന് കേരള നവമടവൂരികൾക്ക് കൃത്യമായ തൗഹീദ് പറയാൻ സാധിക്കാതെ സന്ദർഭോചിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പറഞ്ഞും ആളുകളെ കബളിപ്പിച്ചും ഒരുപാട് പതക്കസർത്തുകൾ നടത്തിയും ആളുകളെ കൃത്യമായി തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം കേവലം ഇത്തരം പദപ്രയോഗങ്ങൾ എടുത്തിട്ട് ആളുകളെ കൺഫ്യൂഷനാക്കി ആളുകളെ ഹക്കിൽ നിന്ന് അകറ്റുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്പലക്കടവ് ഫൈസിക്കും ഇതുപോലുള്ള മൗലവിമാർക്കുമൊക്കെ അന്ന് മറുപടി പറഞ്ഞിരുന്ന ഇന്നത്തെ നമ്മുടെ കരുവമ്പൊയിലിന് പോലും പരസ്പര വിരുദ്ധമായ ആശയങ്ങളും വെല്ലുവിളികളും ഒക്കെ നടത്തേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ വാദത്തെ ഞാൻ ഗണ്ണിക്കുക. കാരണം ജിന്നുകൾക്കും മലക്കുകൾക്കും ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കഴിവും പ്രവൃത്തിയും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ഇബാദത്തിന്റെ വിശദീകരണത്തെ പറയുന്ന അദൃശ്യതയിലും അഭൗതികതയിലും അത് പെടൂല. എത്ര വ്യക്തമായിട്ടാണ് അന്ന് അബ്ദുൽ ഖാദർ കരുവമ്പയിൽ അമ്പലക്കടവിൻ്റെ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കുന്നത്. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്താണ് ജിന്നും മലക്കും അവരുടെ പ്രവർത്തനങ്ങളും അവർ കാണുന്നതും അവർ കേൾക്കുന്നതും അവരിടപെടുന്നതും അവരുടെ മിത്രങ്ങളെ സഹായിക്കുന്നത്. എത്രത്തോളം വാൻലോകത്ത് നിന്ന് മലക്കുകളുടെ സംഭാഷണങ്ങൾ കട്ടുകേട്ട് ഭൂമിയിലെ സാഹിറന്മാർക്ക് ജ്യോത്സ്യന്മാർക്ക് അവരുടെ ചെവിയിൽ കോഴി കുറുകുന്നത് പോലെ കുറുകിക്കൊടുക്കും. അത് സാഹിറന്മാർ കേൾക്കും. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ വെളിച്ചത്തിൽ നാം അറിഞ്ഞ കാര്യങ്ങളാണ്. അത് ആ അറിവ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതിലേറെ വ്യക്തവും തെളിഞ്ഞതും അഥവാ ശാസ്ത്ര നിരീക്ഷണ ഉപകരണങ്ങൾ കൊണ്ട് കണ്ടെത്തുന്നതിലേറെ ഒരിക്കലും തെറ്റുപറ്റാത്ത അറിവാണ് വഹി മുഖേന വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള അറിവ്. അതിലൊരിക്കലും ഒരു അബദ്ധം ഒരു കാലത്തും ഒരു തെറ്റും സംഭവിക്കുകയില്ല എന്നതാണ് വിശ്വാസികളുടെ നിലപാട്. അങ്ങനെ നമ്മൾ അറിഞ്ഞ മനസ്സിലാക്കിയ കാര്യം അത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തായി എന്നതുകൊണ്ട് അവരുടെ പ്രവർത്തനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അവരുടെ കാഴ്ച കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാഴ്ചയല്ല, അവരുടെ ഇടപെടൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഇടപെടലല്ല. ഇതൊക്കെ കൃത്യമായി അന്ന് അമ്പലക്കടവ് ഫൈസിക്ക് അബ്ദുൽ ഖാദർ കരുവമ്പയിൽ മറുപടി കൊടുത്തു. എന്നാൽ മരണപ്പെട്ടു പോയ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് അവർക്ക് നമ്മളെ കാണാനോ കേൾക്കാനോ അറിയാനോ ഇടപെടാനോ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായതോ അല്ലാത്തതോ ആയ ഒരു കഴിവും അവർക്കില്ല.
അവരുടെ എല്ലാവിധ ഭൗതികമായ ഇടപെടലുകളും അവസാനിക്കുന്നതിൻ്റെ പേരാണ് മരണം. അതുകൊണ്ട് തന്നെ അവർ പിന്നെ നമ്മളെ കാണുമെന്നോ കേൾക്കുമെന്നോ അറിയുമെന്നോ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു അറിവും കഴിവും, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ളൊരു അറിവും കഴിവും ആ സൃഷ്ടിക്കുമുണ്ട് എന്ന് വകവെച്ചു കൊടുക്കൽ വരുന്നു. അതുകൊണ്ടത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു. അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഇതായിരുന്നു മുജാഹിദുകൾ നാളിതുവരെ പറഞ്ഞത്. എന്നാൽ ഇന്ന് KNM വാദിക്കുന്നത് എന്താണ്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായി, അഭൗതികമായി എന്നതുകൊണ്ട് അത് ശിർക്കാകുന്നു എന്ന തെറ്റായ, തീർത്തും അബദ്ധജടിലമായ ഒരു വാദമാണ് KNM ഇന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അന്ന് അബ്ദുൽ ഖാദർ കരുവമ്പയിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ വിപരീതമായ കാര്യങ്ങളാണ് ഇന്ന് KNM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം സഹോദരന്മാരെ. അത് ശിർക്കിലും വരൂല, അത് ശിർക്കാവൂല. അത് ശിർക്കാവും എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി വരുത്തി തീർക്കണത്. അതെ, അന്ന് അമ്പലക്കടവിനോട് കൃത്യമായിട്ട് പറഞ്ഞു അള്ളാഹുൽ പങ്കു ചേർക്കലാവൂല, ശിർക്കാകൂല. എന്ത്? ജിന്ന് മലക്കുകളുടെ പ്രവർത്തനം അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ അത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തായി എന്നതുകൊണ്ട് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാവൂല. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് സൃഷ്ടികൾ പലതും ചെയ്യും, പ്രവർത്തിക്കും. അതൊന്നും അംഗീകരിക്കുക വഴി അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വരില്ല എന്ന് വളരെ കൃത്യമായി അന്ന് അമ്പലക്കടവിന് മറുപടി കൊടുത്തു. എന്നാൽ മൊഹീദ്ദീൻ ഷെയ്ഖോ ബദരീങ്ങളോ നിങ്ങൾ അവരങ്ങോട്ട് എപ്പോഴും അവരെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ ഈ വിഷയം ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് KNMകാരാ ചിന്തിക്ക്, മനസ്സിലാക്ക്, ഹക്ക് പഠിക്ക്. അന്ന് അമ്പലക്കടവിന് കൊടുത്ത മറുപടി ഇന്ന് പറയുമോ? അതിന് ആ വിഷയം ചർച്ച ചെയ്ത് അതിന് മറുപടി പറയുകയാണ് ആ ലേഖനത്തിൽ ചെയ്യുന്നത് എന്ന് അമ്പലക്കടവിന് മറുപടി പറയുകയായിരുന്നു അബ്ദുൽ ജബ്ബാർ മൗലവിയും അബ്ദുൽ ഖാദർ കരുവമ്പയിലും. അത് അങ്ങനെ തന്നെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. ആ മറുപടി കൊടുത്തതൊക്കെ 100% ശരിയുമാണ്. അതിലൊന്നും നമുക്കെതിരെ എതിരഭിപ്രായമില്ല. അത് തെറ്റാണെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് അതിൽ നിന്ന് ആദർശം തെറ്റിയത് ആർക്കാണ്? അമ്പലക്കടവിൻ്റെ അന്നത്തെ വാദം ഏറ്റെടുത്തത് ആര്? അനസ് മുസ്ലിയാരും അനീഫ് കായക്കൊടിയും പോലുള്ള ഇന്നത്തെ അഭിനവ മടവൂരികൾ. അവർ അമ്പലക്കടവിൻ്റെ ആ വാദം ഏറ്റെടുത്തു. ഏത് വാദം? മുജാഹിദുകൾ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അദൃശ്യമായി, അഭൗതികമായി ഉപകാരോപദ്രവം ചെയ്യാൻ, മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നതായിരുന്നു മുജാഹിദുകളുടെ നാളിതുവരെയുള്ള നിലപാട്. എന്നാൽ മുജാഹിദുകളെ നിങ്ങൾ പറയുന്നു അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണെങ്കിൽ ജിന്നുകളുടെ മലക്കുകളുടെ കഴിവുകളും അംഗീകരിക്കുന്നില്ലേ? അത് അദൃശ്യമല്ലേ, അഭൗതികമല്ലേ? ഏതാണ് ആ അദൃശ്യം, അഭൗതികം? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമല്ലേ, അഭൗതികമല്ലേ? അതിന് കൃത്യമായി അമ്പലക്കടവിന് മറുപടി കൊടുത്തു. ഇല്ല, ആ വിശ്വാസം നമ്മുടെ ഇബാദത്തുകളുടെ നിർവചനത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥത്തിലുള്ള അദൃശ്യമല്ല, അഭൗതികമല്ല. അത് പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതമായ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നതാണ് അവിടുത്തെ വിവക്ഷ. അല്ലാതെ ജിന്ന് മലക്കുകളുടെ പ്രവർത്തനം അവരുടെ പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലാണെന്നും അവരുടെ ഭൗതികതക്കുള്ളിലാണെന്നും അതൊക്കെ കൃത്യമായി മുജാഹിദുകൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. അതിനെന്ത് പറയാൻ പറ്റില്ല? അതിന് അദൃശ്യവും അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ അറിവും കഴിവുമാണ് ജിന്നുകൾക്കും മലക്കുകൾക്കും ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആര് പറഞ്ഞാലും, ആരെക്കുറിച്ച് പറഞ്ഞാലും, ഏതൊരു സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിച്ചാലും അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകത. ആ സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കലുമാണ്. എന്നാൽ കേവലം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക, അഭൗതികമാവുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയല്ല. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക, അഭൗതികമാവുക എന്നതുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വരില്ല. അഥവാ മനുഷ്യൻ്റെ നേത്രങ്ങൾക്കപ്പുറത്ത്, മനുഷ്യൻ്റെ ദൃഷ്ടിക്കപ്പുറത്ത് ഒരു സൃഷ്ടി ഉണ്ടെന്നോ, ആ സൃഷ്ടിക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നോ, ആ സൃഷ്ടി നമ്മളുമായി ഇടപെടുമെന്നോ, മറ്റേതെങ്കിലും സൃഷ്ടികളെ സഹായിക്കുമെന്നോ എന്നൊക്കെ വിശ്വസിക്കുമ്പോൾ ആ സൃഷ്ടിക്ക് അദൃശ്യവും അഭൗതികവുമായ അറിവും കഴിവും വകവെച്ച് കൊടുക്കൽ വരുന്നില്ല. ഏത്? തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്തുള്ള സാക്ഷാൽ ഗൈബിയായ അദൃശ്യമായ അഭൗതികമായ അറിവും കഴിവും വകവെച്ച് കൊടുക്കൽ വരുന്നില്ല. നേരെ മറിച്ച്
അള്ളാഹ്ക്ക് മാത്രമുള്ള ആ കഴിവ്, സാക്ഷാൽ ഗൈബിയായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കഴിവ് ഏതൊരു സൃഷ്ടിക്കുണ്ടെന്ന് ആര് എപ്പോൾ എവിടെ എന്തിനെക്കുറിച്ച് വിശ്വസിച്ചാലും, ഇനിയിപ്പോൾ മുമ്പിലുള്ള മനുഷ്യനെക്കുറിച്ച് വിശ്വസിച്ചാലും, മുമ്പിലില്ലാത്തവരെ കുറിച്ച് വിശ്വസിച്ചാലും, ജീവനുള്ളതിനെക്കുറിച്ച് വിശ്വസിച്ചാലും, ജീവനില്ലാത്തതിനെക്കുറിച്ച് വിശ്വസിച്ചാലും ഒക്കെ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇതാണ് മുജാഹിദുകൾ നാളിതുവരെ പുലർത്തിപ്പോന്ന ആദർശം. ആ ആദർശത്തിൽ നിന്ന് വഴിതെറ്റിയത് 2012 നവമടവൂരികൾക്കാണ്. അവർ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായി, അഭൗതികമായി, അതുകൊണ്ടത് അള്ളാഹുവിൽ പങ്കു ചേർക്കലായി എന്ന അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ഈ യഥാർത്ഥ പാതയിൽ നിന്ന് വഴിതെറ്റി പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിൻ്റെ ഉടമ ആര്? മനുഷ്യനാണെന്ന് കരുതിയാൽ തെറ്റില്ലാത്ത, അനുവദിക്കപ്പെട്ട ഒരു നിലപാടാണ്. എന്നാൽ ആ മനുഷ്യന് പകരം അവിടെ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹുവിനോട് എന്തെങ്കിലും ആ തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പരിഹസിക്കലാകുന്ന, എന്നാൽ മനുഷ്യരെക്കുറിച്ച് വിചാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതേ മനോഗതിയിൽ, അതേ ലാഘവത്തിൽ അവിടെ ഒരു ജിന്നുണ്ടാകാം എന്ന് കരുതിയാൽ അവിടെ അള്ളാഹുവിൽ പങ്കു ചേർത്തലായോ? കരുതാമോ കരുതാൻ പാടില്ലേ, ചെയ്യാമോ ചെയ്യാൻ പാടില്ല എന്നതൊന്നുമല്ല അടുത്ത വിഷയം. അങ്ങനെ ഒരാൾ തെറ്റിദ്ധരിച്ചാൽ അവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വരുമോ ഇല്ലേ? അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതാം എന്നാണ് ഇവരുടെ വാദത്തിലൂടെ വരുന്നത്. അത് അള്ളാഹുവിനെ പരിഹസിക്കുന്ന വാദമാണ്. അപ്പോൾ അള്ളാഹുവിനെ ശിർക്കല്ലാത്തൊരു കാര്യം, അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റാത്തൊരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകും. അതുകൊണ്ട് അള്ളാഹുവിനെ വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന സൃഷ്ടികളിൽ നിന്ന് തീർത്തും പേർത്തും വ്യതിരക്തമായി സൃഷ്ടാവിൻ്റെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞതുപോലെ തീർത്തും പേർത്തും ഒരു സൃഷ്ടിയോടും തുലനപ്പെടുത്താതെ, ഒരർത്ഥത്തിലും തുലനപ്പെടുത്താതെ സൃഷ്ടാവിൻ്റെ മഹത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നാം കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സൃഷ്ടികളോട് തുലനം ചെയ്യാനും നമ്മൾ ഒരിക്കലും പുറപ്പെടരുതേ എന്നാണ് എൻ്റെ ഈ ശ്രോതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ഇവിടെ നവമടവൂരികളായിട്ടുള്ള ഈ അനസ് മുസ്ലിയാരും കായക്കൊടിയുമൊക്കെ ഉണ്ടാക്കുന്ന ആദർശ അങ്കലാപ്പുകൾ അതെന്താണ് എന്ന് കൃത്യമായി സമൂഹ മധ്യത്തിൽ നമുക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.